എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വിഷു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. വിഷുവിനെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ശാസ്ത്രീയതയാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. നമ്മുടെ പൂർവികർ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല എന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിലും നമ്മളെക്കാൾ ഏറെ പ്രകൃതിയെ സംബന്ധിച്ചുള്ള അറിവ് അവർക്കുണ്ടായിരുന്നു എന്നതിൻ്റെ വ്യക്തമായൊരു തെളിവാണ് ഈ വിഷു ആഘോഷം എന്ന് പറയുന്നത്. വിഷുദിനം ത്തിൻ്റെ പ്രത്യേകത സൂര്യൻ മേടം രാശിയിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. സൂര്യൻ മേടം രാശിയിൽ വന്നതുകൊണ്ട് എന്താണ് പ്രയോജനം എന്ന് ചോദിക്കുമ്പോൾ, സൂര്യൻ്റെ ഉച്ചരാശിയാണ് മേടം. ആ രാശിയിൽ നിൽക്കുമ്പോൾ സൂര്യൻ്റെ ഊർജം നമ്മളുടെ കേരളത്തിൽ വളരെയേറെ ലഭ്യമാകുന്ന ഒരു സമയമാണിത്. അപ്പോൾ സോളാർ പവർ എന്തെല്ലാം തരത്തിൽ ഉപയോഗിക്കപ്പെടുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ പഴയ ആളുകൾക്ക് സോളാർ പവർ അവർ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാർഷിക ഉൽപ്പന്നങ്ങളിലൂടെ സ്വീകരിച്ച് നമ്മളിലേക്ക് എത്തിക്കുക എന്ന ഒരറിവ് അവർക്ക് ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് വിഷു ആഘോഷം. അപ്പോൾ സൂര്യൻ്റെ പ്രകാശം ഏറ്റവും കൂടുതൽ ലഭ്യമാകുമ്പോൾ നമ്മൾ ഭക്ഷിക്കുന്ന കാർബോഹൈഡ്രേറ്റാണ്, അതായത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ മുതലായവയാണ് അതിനകത്തെ മൂലകങ്ങൾ എന്ന് പറയുന്നത്. ഈ കാർബോഹൈഡ്രേറ്റ് നിർമ്മിക്കുന്നതിന് സൂര്യപ്രകാശം ആവശ്യമാണ്. അപ്പോൾ ആ സൂര്യപ്രകാശം ഏറ്റവും ലഭ്യമാകുന്ന ഒരു സമയമാണ് ഈ മേടം 1 തുടങ്ങി ഉള്ള ദിവസങ്ങൾ. അപ്പോൾ ആ ദിവസം പിന്നീട് വരുന്ന ഒരു വർഷക്കാലത്തേക്ക് സമൃദ്ധമായിട്ടുള്ള ഒരു ജീവിതം മുൻപിൽ കണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കണി കാണുന്നു. അർദ്ധരാത്രിക്ക് വിഷു പുലരിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഈ കണിക്കുള്ള ഒരുക്കങ്ങളെല്ലാം വീട്ടിൽ ചെയ്തു വച്ചിട്ടുണ്ടാവും. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ അല്ലെങ്കിൽ മഹാവിഷ്ണു എന്ന് പറയുന്നത് സ്ഥിതികാരകനാണ്. നമ്മളെ പ്രപഞ്ചത്തിൽ നിലനിർത്തുന്ന ആ ധർമ്മം ഭഗവാനാണ് നിർവഹിക്കുന്നത് എന്നാണ് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഭഗവാൻ കൃഷ്ണനെ സാക്ഷിയാക്കിക്കൊണ്ട് എല്ലാ കാർഷികോൽപ്പന്നങ്ങളും വെച്ച് നിലവിളക്ക് കൊളുത്തി സുഗന്ധപൂരിതമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ സമൃദ്ധിയുടെ ലക്ഷണങ്ങളായിട്ടുള്ള പുസ്തകം, അതുപോലെ മറ്റുള്ള പലതരത്തിലുള്ള വസ്തുക്കൾ ഈ കണിക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്നുണ്ട്. എല്ലാ മംഗളവസ്തുക്കളും ഈ കണി വയ്ക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നു. പല പഴങ്ങളും പലതരത്തിൽ നിറങ്ങളിലുള്ള നമുക്ക് ഉപയോഗിക്കാം. ചക്ക, മാങ്ങ, അതുപോലെ വാഴപ്പഴം, സപ്പോട്ട, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും മനുഷ്യൻ ഈ കണിക്ക് വേണ്ടി ഒരുക്കി വയ്ക്കുന്നത് കാണാം. അതാത് സ്ഥലങ്ങളിൽ ലഭ്യമായതനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. എന്നാലും പൊതുവേ വളരെ ഒരു വർണ്ണഭംഗിയുള്ള ഒരു കാഴ്ചയാണ് കണി എന്ന് പറയുന്നത്. കണി കഴിഞ്ഞാൽ കൈനീട്ടം എന്ന് പറയുന്നൊരു ചടങ്ങുണ്ട്. അതായത് സമ്പത്തിനെക്കുറിച്ച് മനുഷ്യനെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഈ വിഷുക്കൈ നീട്ടം എന്ന് പറയുന്നത്. അപ്പോൾ അന്നേ ദിവസം ഒരു തരത്തിലും പൈസ കയ്യിൽ വരാനില്ലാത്തവർക്കും ഈ കൈനീട്ടം വഴിയായിട്ട് ധനം കയ്യിൽ വരും. അപ്പോൾ ആ ധനത്തെക്കുറിച്ച് ചിന്തിക്കാനും അത് വളരെ ഭക്തിയോടുകൂടി സൂക്ഷിക്കാനും ശ്രദ്ധയോടെ ഉപയോഗിക്കാനും ഒക്കെ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഒരു നല്ല ദിവസം ഈ എല്ലാവരുടെയും കയ്യിൽ ധനം വരികയാണ്. അന്നത്തെ ദിവസം കുട്ടികളായാലും വൃദ്ധരായാലും പലതരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് ദുരിതപ്പെടുന്നവരായാലും ഒക്കെ അവരുടെ കയ്യിലേക്ക് ഒരു ധനം വന്നു ചേരും. അപ്പോൾ ഇത് രണ്ടും നല്ല കാര്യമാണ്. കണി നല്ലതാണ്, കൈനീട്ടം നല്ലതാണ്. ഇനി വിഭവസമൃദ്ധമായ സദ്യയാണ്. ആ സദ്യ ആരോഗ്യത്തിന് വളരെ ഗുണകരമാണ്. അപ്പോൾ ഇങ്ങനെയെല്ലാം തൃപ്തിപ്പെട്ടതിന് ശേഷം അടുത്ത ഒരു വർഷത്തെ നല്ല ജീവിതത്തിന് വേണ്ടി കാർഷിക വൃത്തിയിലേക്ക് മനുഷ്യൻ ഇറങ്ങുകയാണ് ചെയ്യുന്നത്. വിഷു കഴിഞ്ഞാൽ തിരക്കോട് തിരക്കായി എല്ലാ തരത്തിലുള്ള കൃഷി കാര്യങ്ങളിലും മനുഷ്യൻ വ്യാപൃതരാകും. അപ്പോൾ അവർക്ക് ആ വിഷു കഴിഞ്ഞാൽ ഓരോ ദിവസത്തിൻ്റെയും പ്രത്യേകത അനുസരിച്ച് ഓരോരോ കാർഷിക ഉൽപ്പന്നങ്ങളും അവർ അതിൻ്റെ വിത്തിട്ട് അതിന് വേണ്ടുന്ന തരത്തിലുള്ള എല്ലാ വളർച്ചയ്ക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇനി വിഷുവിൻ്റെയോടനുബന്ധിച്ചുള്ള മറ്റൊരു ചടങ്ങാണ് പടക്കം പൊട്ടിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ പടക്കം എന്ന് പറയുന്ന വസ്തുവിൽ ധാരാളം ഓക്സിജൻ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അന്തരീക്ഷത്തിൽ വിത്തിനെ മുളയ്ക്കുന്നതിനും വളരുന്നതിനും ഈ ഓക്സിജൻ ആവശ്യമാണ്.
കൂടാതെ സോഡിയം നൈട്രേറ്റ്, പൊട്ടാസ്യം നൈട്രേറ്റ് അങ്ങനെയൊക്കെയുള്ള പല സാധനങ്ങളും ഇതിനകത്ത് ചേർക്കുന്നത് കൊണ്ട് മണ്ണിൽ ഇതെല്ലാം ഈ മൂലകങ്ങളെല്ലാം മഴയോട് കൂടിയിട്ട് വന്നു ചേരുകയും അത് മണ്ണിനെ പുഷ്ടിപ്പെടുത്തുകയും ചെയ്യും. കീടങ്ങളുടെ നാശത്തിന് ഈ പടക്കം പൊട്ടിക്കുന്നത് ഗുണകരമാണെന്നാണ് പറയുന്നത്. മണ്ണിനിളക്കം തട്ടുന്നതിനും അതുപോലെ കൃഷിയെ ഉപദ്രവിക്കുന്ന പറന്ന് കിടക്കുന്ന പ്രാണികളൊക്കെ ആണെങ്കിലും ഈ ശബ്ദത്തിൽ അത് അകലേക്ക് പറന്നു പോകും എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ലക്ഷ്യമാക്കുന്നത് വിഭവസമൃദ്ധമായിട്ടുള്ള ഒരു കാർഷിക അഭിവൃദ്ധിയുടെ കാലം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് തന്നെയാണ്. ഇനി ഈ വിഷുവിനോടനുബന്ധിച്ച് പലയിടത്തും അതുപോലെ വിഷുക്കഞ്ഞി, വിഷുപ്പാട്ട് അങ്ങനെയുള്ള പല വാക്കുകളും നമ്മൾ കേൾക്കുന്നുണ്ട്. എല്ലാം തന്നെ നമ്മളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളാണ്. വിഷു കാലം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെല്ലാം വിഷുദിനം വരുന്നതിന് വേണ്ടി വളരെ ആഘോഷത്തോടെ വളരെ സന്തോഷത്തോടു കൂടി കാത്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ കേരളത്തിൽ ധാരാളം സമൃദ്ധി ഉണ്ടാകാൻ വേണ്ടി ജനങ്ങൾ പ്രാർത്ഥിക്കുകയും തയ്യാറെടുക്കുകയും ഈശ്വരൻ്റെ പ്രീതി സമ്പാദിക്കുകയും ചെയ്യുന്ന പുണ്യദിനമാണ് വിഷു എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. ഇത് ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ഏറ്റവും നല്ല സംഭാവനകളിലൊന്നാണ് ഈ വിഷു എന്ന് പറയുന്ന ആഘോഷം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്ന് വിഷു എല്ലാവരുടേതുമാണ്. ഹിന്ദുക്കളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരായതുകൊണ്ട് താൻ സന്തോഷിക്കുമ്പോഴൊക്കെ തന്നോടൊപ്പം ചുറ്റുമുള്ള മനുഷ്യരും പ്രകൃതിയും പക്ഷിജാലവും മൃഗങ്ങളും എല്ലാം സന്തോഷിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഹിന്ദുക്കൾ. അതുകൊണ്ട് വിഷുക്കണി അവർ മൃഗങ്ങളെയും അതുപോലെ വീടിന് ചുറ്റുമുള്ള വൃക്ഷജാലങ്ങളും എല്ലാം കാണാൻ വേണ്ടിയിട്ട് ചുറ്റും കൊണ്ട് നടക്കാറുണ്ട്. സദ്യ കഴിഞ്ഞാൽ വീടിൻ്റെ 4 മൂലയ്ക്കും സദ്യയുടെ വിഭവങ്ങളെല്ലാം ചേർത്ത് ഉരുട്ടി ഉരുളകളാക്കി കീടങ്ങൾക്ക് വേണ്ടിയിട്ട് വയ്ക്കാറുണ്ട്. ഉറുമ്പുകളുമൊക്കെ തിന്ന് സന്തോഷിക്കട്ടെ എന്ന് വിചാരിച്ച്. അങ്ങനെ ഈ ഭൂമിയിൽ ജനിച്ച സകലതിനും സന്തോഷമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഈ ഹിന്ദുക്കൾ വിഷു ആഘോഷിക്കുന്നത്. അപ്പോൾ വിഷു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതുപോലെ അതിൻ്റെ ആവശ്യകത അത് ജനങ്ങളിൽ ഉണ്ടാക്കുന്ന മാനസികമായിട്ടുള്ള സന്തോഷവും വരും കാലത്തേക്ക് വേണ്ടിയിട്ട് അവരിൽ ഉണ്ടാക്കുന്ന ആ ഒരു ശക്തി, ഒരു പവർ എന്ന് പറയുന്നത് വളരെ വലുതാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വിഷു ആശംസകൾ. നന്ദി, നമസ്കാരം.